ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചീറ്റിങ്ങിനെ പറ്റിയാണ്. IPC സെക്ഷൻ 415 ചീറ്റിംഗ്. അപ്പോൾ ഈ ചീറ്റിംഗ് എന്ന് പറയുന്നതിന് ഒരുപാട് നമ്മൾ കഴിഞ്ഞാണ് തെഫ്റ്റിലും എക്സ്റ്റോർഷനിലും റോബറിയിലും പഠിച്ച പോലെ തന്നെ ചീറ്റിങ്ങിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഒരാളെ പറ്റിക്കുക, ഡിസീവിങ് എനി പേഴ്സൺ, ഒരാളെ ചതിക്കുകയോ പറ്റിക്കുകയോ ചെയ്യുന്നതിനെയാണ് ഡിസീവിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിസീവിങ് എന്ന് പറഞ്ഞ സാധനം വന്നാൽ മാത്രമേ അത് എന്താവുള്ളൂ, it can be told as cheating. അപ്പം deceiving any person എങ്ങനെയാണ്? fraudulently or dishonestly, fraudulentlyയോ dishonestlyയോ ഒരു പേഴ്സണെ ഡിസീവ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഡിസീവ് ചെയ്യുന്നത്? fraudulently or dishonestly induces the person so deceived to deliver any property. അതായത് ഫ്രോഡുലൻ്റ്ലി അല്ലെങ്കിൽ ഡിസോണസ്റ്റ്ലി ഒരു പേഴ്സണെ ഇൻഡ്യൂസ് ചെയ്ത്, ഒരാളെ കൊണ്ട് പ്രേരിപ്പിച്ച് അയാളുടെ കയ്യിൽ നിന്നും ഒരു സാധനം വാങ്ങുക. എനി പ്രോപ്പർട്ടിയാണ്, ഡെലിവർ എനി പ്രോപ്പർട്ടി. ഓക്കെ, അതായത് എനി പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇതിൽ മൂവബിളും ഇമ്മൂവബിളും വരും. അതായത് ഒരു പ്രോപ്പർട്ടി ഒരു പേഴ്സണിൽ നിന്നും വേറൊരു പേഴ്സണിലേക്ക് ഡിസോണസ്റ്റ്ലി അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ്ലി ഇൻഡ്യൂസ് ചെയ്ത് പറ്റിപ്പിച്ച് വാങ്ങുന്ന പരിപാടിനെയാണ്, അല്ലെങ്കിൽ അയാളെ കൊണ്ട് സമ്മതം അതായത് കൺസെന്റ് എടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാണ് ചീറ്റിംഗ്. അപ്പം അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ കൺസെന്റ് അറിയാതെ അയാളുടെ കയ്യിൽ നിന്നും ചതിച്ച് കൺസെന്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി അയാൾ റീറ്റെയിൻ ചെയ്ത് കഴിയുകയോ അല്ലെങ്കിൽ അത് ഇന്റൻഷനലി ഇൻഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളെ കൊണ്ട് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾക്ക് സംഭവിക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ഹാം എവിടെയൊക്കെയാണ്? ബോഡിയിലോ മൈൻഡിലോ റെപ്യൂട്ടേഷനിലോ പ്രോപ്പർട്ടിയിലോ അങ്ങനെ ഒരു ഡാമേജ് ഒരാൾക്ക് സംഭവിക്കുകയാണ് ബിക്കോസ് ഓഫ് ദി ഡിസെപ്ഷൻ. അതായത് ഡിസീവിങ് എന്ന് പറയുന്ന ചതിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് ഡാമേജോ അല്ലെങ്കിൽ ഹാമോ ഉണ്ടാവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡാമേജോ ഹാമോ ഉണ്ടാകുന്നത് ബോഡിയിലാകാം, മൈൻഡിലാകാം, റെപ്യൂട്ടേഷൻ ഓഫ് പ്രോപ്പർട്ടി ആകാം, റെപ്യൂട്ടേഷൻ ഓർ പ്രോപ്പർട്ടി ആവാം. ബോഡി, മൈൻഡ്, റെപ്യൂട്ടേഷൻ, പ്രോപ്പർട്ടി. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് എഴുതുകയാണ്, നിങ്ങളെ കൊണ്ട് ഒരു ഒപ്പിടിയിപ്പിക്കുകയാണ് ഒരു വെള്ള പേപ്പറിൽ. എന്നിട്ട് അതിലൊരു ലവ് ലെറ്റർ എഴുതി ഒരാൾക്ക് കൊടുത്തിട്ട് പറയുകയാണ് ഇത് ഇയാൾ തന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളെ ബേസ് ചെയ്തൊരു റെപ്യൂട്ടേഷനിൽ എന്ത് പറ്റുന്നു? ഹാം സംഭവിക്കുന്നു. അപ്പം നിങ്ങളെ ചീറ്റാണ് ചെയ്തത്. അപ്പം ആലോചിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഡിസെപ്ഷൻ അല്ലെങ്കിൽ ഡിസീവ് ചെയ്യുക അല്ലെങ്കിൽ ചതിക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, അങ്ങനെ ചതിക്കുന്നത് വഴി ഒരാളുടെ കയ്യിൽ നിന്നും ഫ്രോഡുലൻ്റ്ലിയോ അല്ലെങ്കിൽ ഡിസോണസ്റ്റ്ലിയോ ഒരാളുടെ കയ്യിൽ നിന്നും ഒരു സാധനം കൈക്കലാക്കുകയോ അല്ലെങ്കിൽ സാധനം റീറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കൺസെൻറ്റ്, സമ്മതം വാങ്ങുകയോ ചെയ്യുകയും അതുവഴി അങ്ങനെ സമ്മതം മൂളുന്ന ആള് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യിപ്പിക്കുന്നു. അതായത് ഒരാളെ ചീറ്റ് ചെയ്തിട്ട് നീ എന്നെ കല്യാണം കഴിക്കുകയാണല്ലേ, അങ്ങനെ ആ രീതിക്കൊക്കെ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുമല്ലോ. ഞാൻ നിന്നെ കല്യാണം കഴിക്കാം, നീ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. അപ്പം ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അല്ലെങ്കിൽ ഒരു പബ്ലിക് സെർവൻറ്റിൻ്റെ അടുത്ത് പറയുകയാണ് പൈസ തരാം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അത് ഇതിൽ വരും, ബ്രൈബറി വരും. എന്നാലും ഒരാൾക്ക് പറയാണ് ഒരു ഒമിറ്റ് ടു ഡു എനിത്തിങ്, ഒരാളെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോഴാണ് അത് ചീറ്റിങ്ങിൽ വരുന്നത്. ഇപ്പം ചീറ്റിങ്ങിൽ ഒരാൾക്ക് ഹാം ഉണ്ടാകുന്ന ഏതിലൊക്കെയാണെന്നായിരിക്കും മെയിനായിട്ടും ക്വസ്റ്റ്യൻ വരുന്നത്. ബോഡി, മൈൻഡ്, റെപ്യൂട്ടേഷൻ ഓർ പ്രോപ്പർട്ടി. ഇനി ഡിസോണസ്റ്റ് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട് ഇസ് എ ഡിസെപ്ഷൻ വിത്തിൻ ദ മീനിങ് ഓഫ് ദിസ് സെക്ഷൻ. അതായത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? മറച്ചു വെക്കുകയാണ് ഒരു കാര്യം. ഓക്കെ, ഉദാഹരണത്തിന് നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിൻ്റെ കല്യാണം നടക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ കല്യാണം സമ്മതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഫേക്കായിട്ടായിരിക്കും ഈ കല്യാണം ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് നല്ല ബോധം ഉണ്ടാവും. ഓക്കെ, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയില്ല. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ഒരു ഡിസോണസ്റ്റ് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്റ്റാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസെപ്ഷനിൽ വരും, അത് ചീറ്റിങ്ങിൽ വരും. അത് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ ഇല്ലസ്ട്രേഷൻ നോക്കാം. ഇല്ലസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇല്ലസ്ട്രേഷന് ചോദിക്കാം. എന്ന് പറഞ്ഞൊരാൾ ഫാൾസ്ലി പ്രിറ്റൻഡിങ് ടു ബി ഇൻ സിവിൽ സർവീസ്
ഇസഡിനെ ഡിസീവ് ചെയ്തിട്ട് അങ്ങനെ ഇസഡിനെ കൊണ്ട് കുറച്ച് ഗുഡ്സ് ക്രെഡിറ്റിൽ എടുപ്പിക്കുകയും പിന്നീട് അത് പേ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ എ ചീറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ഒരു ആർട്ടിക്കിളിൽ ഒരു കൗണ്ടർഫീറ്റ് മാർക്ക് ഇടുന്നു. അതായത് ഒരു സാധനത്തിൽ ഒരു കൗണ്ടർഫീറ്റ് മാർക്ക് ഇട്ടതിന് ശേഷം ഇസഡിനെ ബിലീവ് ചെയ്യിക്കുകയാണ് അത് ഇന്ന മാനുഫാക്ചറർ ഉണ്ടാക്കിയ സാധനമാണ്. അതായത് ഇപ്പോൾ അഡിഡാസിൻ്റെ ഷൂ പോലത്തെ ഒരു ഷൂ ഒരാൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് അത് വാങ്ങിപ്പിച്ചു. ഓക്കെ, പക്ഷെ ആക്ച്വലി അത് ഒറിജിനൽ സാധനമല്ല, ഡ്യൂപ്ലി സാധനമാണ്. ഇപ്പം നിങ്ങൾക്കും അറിഞ്ഞുകൂടാ ഡ്യൂപ്ലി ആണെന്നുള്ളത്, പക്ഷെ നിങ്ങൾ വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ ആ കടക്കാരൻ നിങ്ങളെ ചീറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? ഒറിജിനൽ ആണെന്നും പറഞ്ഞ് നിങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് തന്ന പറ്റിപ്പിക്കുകയാണെങ്കിൽ ഹി ചീറ്റ്സ്. അടുത്തത് എ ഇസഡിനെ ഒരു എക്സിബിറ്റിംഗ് ഒരു ആർട്ടിക്കിൾ സാമ്പിൾ ഫോൾസ് സാമ്പിൾ എക്സിബിറ്റ് ചെയ്തിട്ട് ആ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായുള്ള ആർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞതിന് ശേഷം ഇസഡിനെ കൊണ്ടത് വാങ്ങിപ്പിക്കും. അതായത് ഒരു സാധാ ഒരു ചല്ലി എടുത്ത് വെച്ചിട്ട് പറയും ഇത് ഇന്ന കല്ലാണ്, ഇത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് ഐശ്വര്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡൂപ്ലി കല്ലെടുത്ത് നിങ്ങളെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിൽക്കുന്നവൻ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആണ്. ഇനി എ ബൈ ടെൻഡറിങ് എ പേയ്മെൻറ്റ് ഫോർ ആർട്ടിക്കിൾ എ ബിൽ on a house which A keeps no money and by which A expects that will be dishonored, intentionally deceives Z and thereby dishonestly induces Z to deliver the article intending not to pay for it. A cheats. അതായത് എ ഒരു ആർട്ടിക്കിൾ ഓഫ് ബില്ല് ഒരു ഹൗസിന്മേൽ വെച്ചിട്ട്, പണ്ടൊക്കെ അങ്ങനെയാണ്, ആർട്ടിക്കിൾ ഓഫ് ബില്ല് വെച്ചിട്ടാണ് എന്താണ് വീടൊക്കെ വിൽക്കുന്നതും അങ്ങനെയൊക്കെ. അപ്പം എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഓഫ് ബില്ല് എഴുതിയിട്ട് ഇന്ന ഹൗസ് എനിക്ക് വിൽക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, പക്ഷേ എയുടെ കയ്യിൽ പൈസയൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് ഇസഡിനെ കൊണ്ട് അതിന് അയാളുടെ പേരിൽ എഴുതി വാങ്ങിപ്പിക്കും. മനസ്സിലായില്ലേ? പക്ഷെ ആക്ച്വലി അയാൾ പൈസയൊന്നും കയ്യിലില്ല, ആർട്ടിക്കിൾ ഓഫ് ബില്ലിൽ പൈസയില്ല. അപ്പം അങ്ങനെ വരുമ്പം എ ചീറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എ ബൈ പ്ലെഡ്ജിങ് ഡയമണ്ട് ആർട്ടിക്കിൾസ് വിച്ച് ഹി നോസ് ആർ നോട്ട് ഡയമണ്ട്, ഡയമണ്ട് അല്ലാത്തൊരു സാധനം അവനെ അറിയാം ഡയമണ്ട് അല്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ വിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എ ചീറ്റ്സ്. അതുപോലെ ഇത് സെയിം സാധനമാണ്, ഒരാളെ ഇൻറ്റൻഷനലി ഡിസീവ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാത്തിലും വരുന്നത്. എ ഇൻറ്റൻഷനലി ഡിസീവ്സ് സി ഇൻടു എ ബിലീവ് that A means to repay any money that Z may lend to him and thereby dishonestly induces Z to lend him money, A not intending to repay it. A cheats. അതായത് ഒരു പൈസ തിരിച്ചു തരാം എന്നും പറഞ്ഞു പിന്നെ ഒന്ന് പൈസ വാങ്ങിച്ചു, നമ്മൾ പറയില്ലേ ജി പേ ചെയ്യാമെന്ന്, അത് ചീറ്റിൽ വരും. ഓക്കെ, നിങ്ങൾ ജി പേ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അത് ചീറ്റിൽ വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തത് A intentionally deceives Z into a belief that A means to deliver Z a certain quantity of indigo plant which he does not intend to deliver. ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ നിനക്ക് 10 കിലോ ഇൻഡിഗോ പ്ലാന്റ് തരാം എന്ന് പറഞ്ഞു, പക്ഷേ ഞാനത് തരാനായിട്ട് യാതൊരു ഇൻറ്റൻഷനും എനിക്കില്ല. അപ്പോൾ അവിടെ എന്ത് വരികയാണ്? ഫ്രോഡുലൻ്റ്ലി അല്ലെങ്കിൽ ഡിസോണസ്റ്റ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണ്. അപ്പോൾ അവിടെ ഇൻറ്റൻഷൻ ഉണ്ട്, അപ്പോൾ അതും ചീറ്റാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ഇഫ് ഇപ്പം നിങ്ങൾ എനിക്ക് പൈസ തരുന്ന സമയത്ത് ഞാൻ ഇൻഡിഗോ പ്ലാന്റ്സ് ഫുൾ നിങ്ങൾക്ക് തരുകയാണെങ്കിൽ അത് ചീറ്റിങ്ങിൽ വരില്ല. ഓക്കെ, പക്ഷേ അത് എന്താണ് സിവിൽ ആക്ഷൻ, അതായത് ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റോ, അതായത് ഞാൻ പറയാം, നിങ്ങൾ എൻ്റെ അടുത്ത് പറയാണ് പൈസ തരാം, പൈസ തന്നതിന് ശേഷം ഞാൻ ഇത്ര എമൗണ്ട് ഓഫ് ഇൻഡിഗോ പ്ലാന്റ്സ് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അയാൾ പൈസ അഡ്വാൻസ് ചെയ്തു, പക്ഷെ ഞാൻ ഇൻഡിഗോ പ്ലാന്റ് കൊടുത്തില്ല. ഓക്കെ, പക്ഷേ പൈസ കൊടുക്കുന്ന സമയത്ത് ഇൻഡിഗോ പ്ലാന്റ് കുറച്ച് തന്നു, എന്നിട്ട് കുറച്ച് ഞാൻ തരാതിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു സിവിൽ ആക്ഷൻ ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, സിവിൽ സ്യൂട്ട് ലൈ ചെയ്യുള്ളൂ, ഒരു ക്രിമിനൽ സ്യൂട്ട് ലൈ ചെയ്യില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ പൈസ കൊടുക്കാതിരിക്കുകയാണ്, അതായത് കോൺട്രാക്റ്റേ നിങ്ങൾ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ചീറ്റിങ്ങിൽ വരും. അതേസമയം കുറച്ച് ഭാഗം ചെയ്തു കുറച്ച് ഭാഗം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് സിവിൽ ആക്ഷനിലേക്കേ വരുള്ളൂ. അടുത്തത് എ ഇൻറ്റൻഷനലി ഡിസീവ്സ് ഇസഡ് ഇൻ ടു ബിലീവിങ് ദാറ്റ് എ ഹാഡ് പെർഫോം എസ് പാർട്ട് ഓഫ് കോൺട്രാക്ട് മെയ്ഡ് വിത്ത് സി വിച്ച് ഹി ഹാസ് നോട്ട് പെർഫോംഡ്. അതായത് ഞാൻ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ നീ എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരണമെന്ന് പറയും, പക്ഷെ ഞാൻ എൻ്റെ കാര്യം ചെയ്യാതെ നിങ്ങളെ കൊണ്ട് ഞാൻ പറയും ഞാൻ എൻ്റെ കാര്യം ചെയ്തു, നീ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ പൈസ തരാൻ പറയും. അപ്പോൾ അതാണ് അവിടെ വരുന്നത്, അവിടെയും ചീറ്റിംഗ് ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഈ ഇല്ലസ്ട്രേഷൻ ജി മാത്രം പഠിച്ചിട്ട് പോയാലും മതി, യു ക്യാൻ ആക്ച്വലി ഗെറ്റ് ദി ആൻസർ. ഇനി അടുത്തത് എ സെൽസ് ആൻഡ് കൺവേസ്
an estate to BA, knowing that the consequence of such sale has no right to property sells. അതായത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങളുടെ വസ്തുവല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരാൾ വിളിച്ചിട്ട് പറയണത് ഈ വസ്തു കൊടുക്കാറുണ്ട് 2 കോടി തന്നു കഴിഞ്ഞാൽ ഇപ്പം സെയിലാക്കാന്ന് പറയും. അപ്പോൾ അയാൾ 2 കോടി കൊണ്ടുവന്നു, നിങ്ങൾ ആ സ്ഥലം വിട്ടു, നിങ്ങൾ ചീറ്റ് ചെയ്തു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി, നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലാത്തൊരു പ്രോപ്പർട്ടി നിങ്ങൾ സെല്ല് ചെയ്യുകയോ മോർഗേജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളതല്ല, അല്ലെങ്കിൽ സെയിൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രീവിയസ് സെയിലോ പ്രീവിയസ് കൺവെയൻസിനോ അതൊന്നും പറയാതെയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ചീറ്റിംഗ് ആണ്. ഓക്കെ, ഇനി ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ. ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ എന്ന് പറയുന്നത് ഞാൻ വേറൊരാളാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്യുക, അതാണല്ലോ ഇപ്പോൾ കൂടുതൽ കാണുന്നത്. അപ്പോൾ പേഴ്സൺ ഈസ് സെഡ് ടു ചീറ്റ് ബൈ പേഴ്സണേഷൻ ഇഫ് ഹി ചീറ്റ്സ് ബൈ പ്രിറ്റൻഡിങ് ആണ് അവിടെ വരുന്നത്, ടു ബി സം അതർ പേഴ്സൺ or by knowingly substituting one person for or another, or representing that he or any other person is a person other than he or such other person really is. മറ്റേ ഇതിൽ പറയുന്ന പോലെ താൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ആ ഒരു ഡയലോഗുള്ള ആ സെയിം സാധനം തന്നെയാണ് അത്. നിങ്ങൾ ആക്ച്വലി നിങ്ങളായിട്ടല്ലായിരിക്കും അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്ന ആൾ നിങ്ങളല്ല എന്നുള്ളത്. അങ്ങനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഗെയിൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ രാമു ആണെന്നും പറഞ്ഞ് അർജുൻ പറയാണ് ഞാൻ രാമുവാണ്, നീ എനിക്ക് പൈസ തരാനുള്ള പൈസ താടാന്ന് പറയും. ഓക്കെ ശരിയടാ രാമു എന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ കയ്യിൽ രാമു ആണെന്നും പറഞ്ഞ് പൈസ കൊടുക്കും. പക്ഷേ ആക്ച്വലി അർജുൻ അറിയാം അർജുൻ രാമു അല്ല. ഓക്കെ, അതാണ് ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ. The offense is committed whether the individual is personated is a real or imaginary person. അതായത് നിങ്ങളെ മുമ്പ് വന്ന ഒരാൾ പറയാണ് ഞാൻ ഏലിയനാണ്, ഞാൻ മാർസിൽ നിന്നാണ് വരുന്നത്, നിങ്ങൾ ഇത്ര പൈസ തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത്രയും സ്ഥലം നിങ്ങൾക്ക് എഴുതി മാർസിൽ തരാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് റിയലും ആവാം ഇമാജിനറി ആയിട്ടുള്ള സാധനമായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും. ഓക്കെ, അങ്ങനെ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ റിയൽ അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾ പേഴ്സണേറ്റ് ചെയ്തപ്പോഴെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തിൽ വരും? ചീറ്റിംഗ് ബൈ പേഴ്സണേഷനിൽ വരും. ഓക്കെ, ഇനി എ ചീറ്റ്സ് ബൈ പ്രിറ്റൻഡിങ് ടു ബി എ സർട്ടൻ റിച്ച് ബാങ്കർ ഓഫ് സെയിം നെയിം. എ ചീറ്റ്സ് ബൈ പേഴ്സണേഷൻ. എ ചീറ്റ്സ് ബൈ പ്രിറ്റൻഡിങ് ടു ബി ടു എ പേഴ്സൺ ഓഫ് ഡിസീസ്ഡ്. ഞാൻ മരിച്ചുപോയ ഒരാളാണെന്നും പറഞ്ഞിട്ട് നൈസായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ മരിച്ചുപോയ ഒരാളാണ് കേട്ടോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ചീറ്റിംഗിൽ പേഴ്സണേഷനിൽ വരും. ഇനി ചീറ്റിങ്ങിൻ്റെ പണിഷ്മെൻറ്റ് എത്രയാണ്? 1 year ഓർ വിത്ത് ഫൈൻ ഓർ വിത്ത് ബോത്ത്. ഇത് IPCയിലെ പണിഷ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് BNS പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് അത് പഠിക്കാതെ. 417. ഓക്കെ, അതിൻ്റെ പണിഷ്മെൻ്റ് ആണ് 417 പറയുന്നത്. ഇനി cheating with knowledge that wrongful loss may ensue to the person whose interest offender is bound to protect. അതായത് നിയമപരമായി ഒരാൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾ തന്നെ ഒരാളെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെയുള്ള ശിക്ഷയും അതുപോലെ തന്നെ ഫൈനും അല്ലെങ്കിൽ ബോത്തും. അതുപോലെ തന്നെ പേഴ്സണേഷൻ വഴി ചീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫൈൻ എന്ന് പറയുന്നത് 3 years, അതിൻ്റെ ഇംപ്രിസൺമെന്റ് എന്ന് 3 years ആണ്, ഫൈൻ ഓർ വിത്ത് ബോത്ത്. അതുപോലെ ഒരു പ്രോപ്പർട്ടി, അതായത് ചീറ്റ് ചെയ്തിട്ട് ഒരാളിൽ നിന്ന് പ്രോപ്പർട്ടി വാങ്ങിയിട്ട് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടീനെ ഡിസ്ട്രോയ് ചെയ്യുകയോ പുതിയ സാധനം അതിൽ നിന്ന് ഉണ്ടാക്കുകയോ അൾട്ടറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാല്യുബിൾ സെക്യൂരിറ്റി ഏതെങ്കിലും ഒരു പാർട്ട് അല്ലെങ്കിൽ സൈനോ സീലോ ചെയ്തത് അത് വാല്യുബിൾ സെക്യൂരിറ്റി ആയിട്ട് മാറ്റാൻ കഴിയാൻ പറ്റുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അതിന് 7 വർഷം വരെയാണ് ശിക്ഷ. അതായത് നിങ്ങളൊരു മുദ്രപത്രത്തിൽ എഴുതിയിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്യിപ്പിച്ച് നിങ്ങളെ കൊണ്ടൊരു സൈൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് 7 വർഷം വരെ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും. നിങ്ങൾക്കല്ല, ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ശിക്ഷ ലഭിക്കും. ഇനി ഫ്രോഡുലന്റ് ഡീഡ്സ് ആൻഡ് ഡിസ്പോസിഷൻ ഓഫ് പ്രോപ്പർട്ടി. അതായത് ഈ മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാര്യമാണ്. അതായത് നിങ്ങൾ ഡിസോണസ്റ്റ് അല്ലെങ്കിൽ ഫ്രോഡുലന്റ്ലി ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീനെ എന്താ പറയുക ട്രാൻസ്ഫർ ചെയ്തതാണ്, കൺസിഡറേഷൻ കൊടുക്കാതെ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പൈസയൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കൺസിഡറേഷൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ആ കൺസിഡറേഷൻ കൊടുക്കാതെ ഒരു പ്രോപ്പർട്ടീനെ ഡിസോണസ്റ്റ് അല്ലെങ്കിൽ ഫ്രോഡുലന്റ് റിമൂവ് ചെയ്യുകയോ കൺസീൽ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെൻറ്റ് 2 വർഷമാണ്. ഇനി whoever dishonestly or fraudulently prevents any debt or demand due to himself or to any other person from being made available according to law for payment of his debts or the debts of such other person shall be punished with imprisonment for either discretion by 2 years. ഇതൊന്നും ചോദിക്കില്ല, ബട്ട് സ്റ്റിൽ ഇതിലുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുന്നുള്ളേ ഉള്ളൂ. അതായത്
നീ എനിക്ക് തരാനുള്ള പൈസ അല്ലെങ്കിൽ അവന് തരാനുള്ള പൈസ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പൈസ അവന് കൊടുത്തോളാം എന്ന് പറഞ്ഞ് നിങ്ങൾ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് 2 വർഷം വരെയാണ് ശിക്ഷ. അതുപോലെ തന്നെ dishonest or fraudulent execution of deed of transfer containing false statement of consideration, അതായത് ചുമ്മാ കള്ളത്തരം എഴുതിയിട്ട് ഇന്ന പൈസ തരാനുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞ് സൈനൊക്കെ വാങ്ങുകയാണെങ്കിൽ 2 വർഷം വരെയാണ് ശിക്ഷ. ഇനി ഒരു പ്രോപ്പർട്ടിയുടെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ കൺസീൽമെൻറ്റോ അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുകയാണ്, ഡിസോണസ്റ്റ്ലി ഫ്രോഡുലൻ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് 2 വർഷം വരെയാണ് ശിക്ഷ. മെയിനായിട്ടും ചീറ്റിംഗ് മാത്രമേ ഉള്ളെങ്കിൽ 2 വർഷം വരെ 1 ഇയർ ആണ്. പക്ഷേ അതിൽ പേഴ്സണേഷനോ അല്ലെങ്കിൽ ഒരു ലോഫുള്ളി നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതെ അയാൾക്ക് ചീറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ 3 ഇയേഴ്സും പിന്നെ അതുപോലെ 7 ഇയേഴ്സ് വരെ വരുന്നത്. ഇപ്പം വാല്യബിൾ സെക്യൂരിറ്റി ഒക്കെ ഡിസോണസ്റ്റ്ലി നിങ്ങൾ ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 7 ഇയേഴ്സ് വരെയാണ് പണിഷ്മെൻറ്റ് വരുന്നത്. നോർമലി നമ്മൾ ചീറ്റിംഗ് കേസസ് എല്ലാം വരുന്നത് സെക്ഷൻ 420 ആയിരിക്കും നമ്മൾ ഇട്ട് കാണുക, കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ പണിഷ്മെൻറ്റ് ഉള്ളത്. ഓക്കെ, യാ. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു മിസ്ചീഫ്. മിസ്ചീഫ് വളരെ വളരെ ടഫല്ല, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇത് മിസ്ചീഫ് ഒന്നുമില്ല. നിങ്ങൾ മിസ്ചീഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ബെനിഫിറ്റ്, അതായത് കുറ്റം ചെയ്യുന്ന ആൾക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റും ഇല്ല, അതേസമയം മറ്റവന് ലോസാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ എയും ബിയും, ഓക്കെ, എ എന്ന് പറയുന്നത് വിക്റ്റിമും ബി എന്ന് പറയുന്നത് അക്യൂസ്ഡും ആണെന്ന് വിചാരിക്കുക. അക്യൂസ്ഡിന് ബിക്ക് യാതൊരു തരത്തിലും ഒരു ഉപയോഗവും ആ പ്രവൃത്തി കൊണ്ട് ഇല്ല. ഓക്കെ, പക്ഷേ എക്കാണെങ്കിലോ ലോസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഇൻറ്റൻറ്റ് ടു കോസ് ഓർ നോയിങ് ദാറ്റ് ഹീ ഈസ് ലൈക്ലി ടു കോസ്, ഇൻറ്റൻഷൻ ഉണ്ട്. റോങ്ഫുൾ ലോസ് ഓർ ഡാമേജ് ടു പബ്ലിക് ഓർ ടു എനി പേഴ്സൺ, പബ്ലിക്കിന് വരെ ഉണ്ടാവും കേട്ടോ. 425 ഒക്കെ സ്ഥിരം പോലീസിൻ്റെ ഒരു സംഭവമാണ്. പബ്ലിക്കിന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേഴ്സണ് ഒരു റോങ്ഫുൾ ലോസോ ഡാമേജോ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇൻറ്റൻഷൻ വേണം, അല്ലെങ്കിൽ നോളജ് വേണം. ജസ്റ്റ് അങ്ങനെ ചെയ്താൽ അവന് അങ്ങനെ സംഭവിക്കും എന്നുള്ള നോളജ് ഉണ്ടായാലും മതി. അങ്ങനെ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ, അങ്ങനെ സച്ച് എ ചേഞ്ച് ഇൻ പ്രോപ്പർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അത് കാരണം ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ അല്ലെങ്കിൽ യൂട്ടിലിറ്റീനെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളെ ഇഞ്ചുറീസ് ആയിട്ട് ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ മിസ്ചീഫ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, പക്ഷെ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല എന്ത്, ഇൻറ്റൻഷൻ. ഓക്കെ, പക്ഷെ ഹി നോസ് ദാറ്റ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കൊരു പ്രശ്നമുണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങൾ വേസ്റ്റ്, ഓക്കെ, നിങ്ങളിങ്ങനെ വേസ്റ്റ് എന്ന് പറയുന്നത് ലേസ് ഒക്കെ കഴിച്ചിട്ട് നിങ്ങൾ കാറ് യാത്ര ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇത് കളയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പുറത്തിട്ട് അവർ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ മിസ്ചീഫിന് നിങ്ങൾക്ക്, അപ്പോൾ അത് മിസ്ചീഫിൽ വരും. നിങ്ങൾക്ക് അറിയാം ലൈക്ക് ഇത് സംഭവിക്കും എന്നുള്ളത്. ഇൻറ്റൻഷൻ തന്നെ വേണമെന്ന് ആവശ്യമില്ല. അതാണ് എക്സ്പ്ലനേഷൻ 1 പറയുന്നത്. എക്സ്പ്ലനേഷൻ 2 പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എനിക്ക് ദോഷമുണ്ടായാലും മിസ്ചീഫ് വരും. ഓക്കെ, അപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഞാൻ പഴം കഴിച്ചിട്ട് താഴെ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ വീണ് മറ്റുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലായില്ല. അപ്പം എനിക്കുണ്ടാവും, എൻ്റെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഞാൻ കാരണം ഉണ്ടാകുന്നതായാലും മിസ്ചീഫ് കമ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ കമ്മിറ്റഡ് മിസ്ചീഫാണ് എല്ലാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കമ്മിറ്റഡ് മിസ്ചീഫ് ആയതുകൊണ്ട് തന്നെ ഇല്ലസ്ട്രേഷൻ ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് ഇൻറ്റൻഷൻ ഉണ്ടോ എന്ന് നോക്കുക. പക്ഷേ ഇല്ലസ്ട്രേഷൻ ഇതേപോലെ തന്നെ തരുകയാണ്. മാക്സിമം അവരങ്ങനെ ചെയ്യാറുള്ളൂ, ബിക്കോസ് അവർക്ക് അങ്ങനെ ക്രിയേറ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും സെറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് ഇതെല്ലാം കമ്മിറ്റ്സ് മിസ്ചീഫാണ്. അപ്പോൾ വരികയാണെങ്കിൽ മാക്സിമം നിങ്ങളൊരു 90% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ട്രോക്ക് ഓഫ് ലക്കിൽ മിസ്ചീഫ് തന്നെ എഴുതാം. ഞാൻ പറഞ്ഞ കാര്യം ഓർത്ത് വെച്ചിരിക്കുക, അവന് തന്നെ അവന് ഗെയിൻ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, പക്ഷേ മറ്റുള്ളവന് ലോസ് ഉണ്ടാവും. പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 3 മാസമാണ് ശിക്ഷ കേട്ടോ. 3 മാസം ആണ് പണിഷ്മെൻറ്റ് ഫോർ മിസ്ചീഫ് ചോദിക്കും. ഓക്കെ, 50 രൂപ വരെയുള്ള ഡാമേജ് ആണ് സംഭവിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 വർഷം വരെ. അതുപോലെ ഒരു അനിമലിനെ കില്ല് ചെയ്തോ, അനിമലിനെ പോലെ മയാം ചെയ്തോ, അല്ലെങ്കിൽ അനിമലിനെ, അതായത് പട്ടീനെയൊക്കെ അടിച്ചു കൊന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ 2 വർഷം വരെയാണ് ശിക്ഷ. അതുപോലെ ക്യാറ്റിലിനൊക്കെ ആണെങ്കിൽ 5 വർഷം വരെയാണ് ശിക്ഷ. ഓക്കെ, വേറെ ഇതിൽ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. ഇനി ക്രിമിനൽ ട്രെസ്പാസ് ഒന്നുമില്ല. ക്രിമിനൽ ട്രെസ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഒരാൾ നിങ്ങളുടെ അനുവാദമില്ലാതെ കയറി വന്നു കഴിഞ്ഞാൽ അത് ട്രസ്പാസ് ആണ്. പക്ഷെ അങ്ങനെ കയറി വരണം, അതിൻ്റെ കൂടെ നിങ്ങളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുക, നിങ്ങളെ ശല്യപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുക, അനോയ് ചെയ്യുക. IIA എന്ന് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഇൻറ്റിമിഡേറ്റ്, ഇൻസൾട്ട്, അനോയ്. INNO എന്നാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഇൻറ്റിമിഡേറ്റ്, ഇൻസൾട്ട്, അനോയ് എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളുണ്ടെങ്കിലാണ് ക്രിമിനൽ ട്രസ്പാസ് വരുന്നത്. അങ്ങനെ ക്രിമിനൽ ട്രസ്പാസ് നടത്തുന്ന സമയത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ഒരു പ്രോപ്പർട്ടി കസ്റ്റഡി വെച്ചിരിക്കുന്ന സ്ഥലമോ ആണെങ്കിൽ അത് ഹൗസ് ട്രസ്പാസിൽ വരും. ഓക്കെ, ഇനി ഹൗസ് ട്രസ്പാസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ, ട്രസ്പാസ് ചെയ്യുന്ന ആളുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് അകത്ത് കയറിയാൽ മതി. ഓക്കെ, ലർക്കിംഗ് ഹൗസ് ട്രസ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ലർക്ക് ചെയ്തിരിക്കും, അതായത് ലർക്കിംഗ് മീൻസ് ഹൈഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ട്രസ്പാസ് വഴി കയറിയതിനു ശേഷം ഒളിച്ച് പാത്ത് പതുങ്ങിയിരിക്കും. അതാണ് ലർക്കിംഗ് ഹൗസ് ട്രസ്പാസ്. ലർക്കിംഗ് ഹൗസ് ട്രസ്പാസ് ബൈ നൈറ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സൺസെറ്റും ബിഫോർ സൺറൈസിനും ഇടയ്ക്ക് ചെയ്യുന്ന പരിപാടിയാണ് ബൈ നൈറ്റിൽ വരുന്നത്. ഹൗസ് ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, 6 വഴിയിൽ കൂടെ, ഈ താഴെ പറഞ്ഞിരിക്കുന്ന 6 വഴിയിൽ കൂടെ ഹൗസ് ട്രസ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗസ് ബ്രേക്കിംഗ് ആയി. ആ 6 വഴിയും കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. അതായത് ഒന്നുകിൽ നിങ്ങൾ ആദ്യം ആലോചിക്കുക, ഒരാൾ നേരെ വരികയാണ്. ഓക്കെ, നേരെ വന്നിട്ട് സാധാരണ അയാൾ ഉണ്ടാക്കിയ വഴിയോ അല്ലെങ്കിൽ ഒരാൾ അബട്ടർ ഉണ്ടാക്കി, അബട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് അയാളുടെ കൂടെയുള്ള ഒരു പാർട്ട്ണർ ഇൻ ക്രൈമാണ് അബട്ടർ. അപ്പോൾ അബട്ടർ മൂലമോ, പാർട്ട്ണർ ഇൻ ക്രൈം അല്ല, അയാൾ ആരാണോ ഇയാളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് അയാളെ പ്രോത്സാഹിപ്പിച്ചത് ചെയ്യടാ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾ വഴിയോ തുറന്ന പാസേജ് വഴിയാണ് അയാൾ കയറുന്നതെങ്കിൽ, ഓക്കെ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ അല്ല, ഇത് ഏതെങ്കിലും ഒരു വഴി ഇങ്ങനെ വന്നാൽ ഹൗസ് ട്രസ്പാസ് ആണ്. അതായത് അയാളോ അല്ലെങ്കിൽ അയാളുടെ കൂട്ടാളിയോ അല്ലെങ്കിൽ അയാൾ ആരാണോ പ്രോത്സാഹിപ്പിച്ചത് അയാൾ വാതിൽ തുറന്നു കൊടുത്ത് കയറുവാണെങ്കിൽ ദാറ്റ് ഈസ് ഹൗസ് ട്രസ്പാസ്. രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർ കയറാൻ പറ്റാത്ത വഴി കൂടെ, ഉദാഹരണത്തിന് AC-യുടെ മറ്റേ പഴയ AC-യൊക്കെ ഇതുണ്ടല്ലോ, അത് മാറ്റിയിട്ട് അത് വഴി കയറുന്നതാണെങ്കിൽ അതായത് സാധാരണ മനുഷ്യർ കയറാനും ഇറങ്ങാനും ഉപയോഗിക്കുന്ന പാസേജ് അല്ലാത്ത പാസേജ് വഴിയാണ് ഇയാൾ കയറുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇയാൾ മതിൽ ചാടി പുറത്ത് കയറി ടെറസ് വഴി കയറുന്നത്, സ്കെയിലിംഗ് ഓർ ക്ലൈംബിംഗ് ഓർ വാൾ അല്ലെങ്കിൽ മതിൽ ചാടി വരുന്നതിനാണ് സെക്കൻഡായിട്ട് വരുന്ന ഹൗസ് ബ്രേക്കിംഗ്. തേർഡായിട്ട് പറയുന്നത് ഒന്നുകിൽ ഇയാളോ അല്ലെങ്കിൽ ഇയാളുടെ കൂട്ടാളിയോ ഈ ഡോർ തുറന്നിട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇയാൾ വരുന്ന സമയത്ത് ഇയാൾക്ക് അറിയാം ഡോർ തുറന്നിടപ്പെടുന്നു, ഇയാൾ അത് കയറി അങ്ങ് പോകും. അതാണ് തേർഡിൽ വരുന്നത്. പിന്നെ ഏതെങ്കിലും ഇയാൾ കയറിയ ഉടനെ അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് ലോക്ക് ഓപ്പൺ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ആ രീതിയിലും ഹൗസ് ട്രസ്പാസ് വരും. അഞ്ചാമത്തെ വഴി എന്ന് പറയുന്നത് ഒരാളെ എന്താ പറയുക, ഇപ്പം നിങ്ങളെ വീട്ടിൽ കയറി അങ്ങ് വന്നിട്ട് നിങ്ങളെ ക്രൂരമായിട്ട് ക്രിമിനൽ ഫോഴ്സ് അല്ലെങ്കിൽ അസോൾട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ കയറുകയാണെങ്കിൽ അത് ഹൗസ് ബ്രേക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഇയാൾക്കറിയാം അത് എന്താണ് ക്ലോസ് ചെയ്തിരിക്കുന്ന പാസേജ് അയാൾ തന്നെ അൺഫാസ്റ്റ് ചെയ്ത്, ഇപ്പം കുരങ്ങനെയൊക്കെ വിട്ട് അയാൾ തന്നെ തുറന്നിട്ട്, അതായത് ലോക്ക് ചെയ്ത സാധനം ലോക്ക് പൊളിച്ചിട്ട് കയറാൻ പറ്റുന്നു, അതാണ് സിക്സ്ത് വേ. അപ്പോൾ ഈ 6 വഴിയും കാണാതെ പഠിക്കണം എന്നില്ല, പക്ഷെ ജസ്റ്റ് ഒരു കഥ പോലെ ഓർത്ത് വെച്ചിരിക്കുക, സിനിമ പോലെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പറ്റും. ഓക്കെ, ഇനി എനി ഔട്ട് ഹൗസ് ഓർ ബിൽഡിംഗ് ഒക്കുപ്പൈഡ് വിത്ത് എ ഹൗസ്, ഇത് ഔട്ട് ഹൗസിൽ കയറി നിങ്ങൾ ഹൗസ് ട്രസ്പാസ് ചെയ്ത് കഴിഞ്ഞാലും അതും ഈ ഹൗസ് ബ്രേക്കിംഗ് തന്നെയാണ് വരുന്നത്. ഇത്രയും ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ക്ലാസ്സിന് മൊത്തം ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോറേജിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഹൗസ് ബ്രേക്കിംഗ് ബൈ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ 6 വഴി തന്നെയാണ്, പക്ഷെ അത് രാത്രിയാണ് ചെയ്യുന്നത്, ആഫ്റ്റർ സൺസെറ്റ് ബിഫോർ സൺറൈസ്. എൻ്റെ പണിഷ്മെൻറ്റ് ഫോർ ക്രിമിനൽ ട്രസ്പാസ് എന്ന് പറയുന്നത് 3 മാസം അല്ലെങ്കിൽ ഫൈൻ. ക്രിമിനൽ ട്രസ്പാസ് ആണ് 500 rupees. ഹൗസ് ട്രസ്പാസ് ആകുമ്പോൾ അത് 1 year 1000 rupees ആവും. ഡെത്ത് വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു ഒഫൻസ് ചെയ്തിട്ടാണ് അയാൾ കയറിയിരിക്കുന്നതെങ്കിൽ, ഡെത്ത് പണിഷ്മെൻ്റ് ആയിട്ട് വരുന്ന ഒഫൻസ് ചെയ്യുമ്പോഴാണ് അത് ചെയ്തുകൊണ്ടാണ് കയറിയിരിക്കുന്നതെങ്കിൽ 10 വർഷത്തിൽ കുറയാത്ത റിഗ്രസ് ഇംപ്രിസൺമെൻറ്റ് ദാറ്റ് എക്സ്റ്റെൻസ് ടു ലൈഫ് ഇംപ്രിസൺമെൻറ്റ്. ഓക്കെ, അത് ജസ്റ്റ് ബാക്കി വായിച്ചാൽ മതി, ഇതിൻ്റെ പണിഷ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. 26-നാണ് എക്സാം എന്ന് തോന്നുന്നു. So all the best and see you next video. എന്തെങ്കിലും കമൻസോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഇനി എക്സ്ട്രാ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ലോ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ പറയാം. I shall take the class. Thank you.